ഫ്രണ്ട്സ്, എല്ലാവർക്കും മാസ്റ്റർ കി അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് അഞ്ജന റജി അയ്യാർ. നമ്മളിന്ന് പഠിക്കാൻ പോകുന്ന ആസിഡുമായി ബന്ധപ്പെട്ട ഒന്നാമത്തെ ഭാഗത്തേക്കാണ്. നോക്കുന്ന എന്തൊക്കെ കാര്യങ്ങളാണ് ഇനി ആസിഡുമായി ബന്ധപ്പെട്ട് പഠിക്കേണ്ടത്, അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ആസിഡിൽ നിന്ന് പഠിക്കണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. തീർച്ചയായിട്ടും ആസിഡ് എന്ന് പറയുമ്പോൾ മനസ്സിലേക്ക് കുറേ അധികം ആസിഡുകൾ വന്നില്ലേ? മനസ്സിലേക്ക് വന്ന കുറച്ച് ആസിഡുകളുടെ പേരൊക്കെ ഒന്ന് പറഞ്ഞേ. തീർച്ചയായിട്ടും അതെ, ഹൈഡ്രോക്ലോറിക് ആസിഡ്, സൾഫ്യൂരിക് ആസിഡ്, അസറ്റിക് ആസിഡ്, സിട്രിക് ആസിഡ്, ടാറ്റാറിക് ആസിഡ്, മാലിക് ആസിഡ്, നൈട്രിക് ആസിഡ്, പിന്നെ ഓക്സാലിക് ആസിഡ്, അങ്ങനെ ഒരുപാട് ആസിഡുകളുടെ പേര് എല്ലാവരുടെയും മനസ്സിലേക്ക് ഇങ്ങനെ ഓടിയെത്തിയിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് ഓടിയെത്തിയിരിക്കുന്ന ഈ ആസിഡുകളിലേക്കെല്ലാം ഒന്ന് നോക്കിയേ, സൂക്ഷ്മമായി നോക്കിയില്ലേ? ഇത് നോക്കിക്കഴിയുമ്പോൾ നിങ്ങൾക്ക് എല്ലാത്തിലും ഒരു മൂലകത്തെ കാണാൻ സാധിച്ചില്ലേ? ഏത് മൂലകത്തെ കാണാൻ സാധിച്ചേ? യെസ്, ഹൈഡ്രജനെയാണ്. അപ്പോൾ നിങ്ങൾ എല്ലാ ആസിഡുകളിലും നിങ്ങൾ പൊതുവായിട്ട് ഒരു മൂലകത്തെ കണ്ടെത്തിയിട്ടുണ്ട്. ഏതാണ് ആ മൂലകം? ഹൈഡ്രജൻ ആണ്. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങൾ നമുക്കറിയാം. ഓക്കെ, അപ്പോൾ ഒരുപാട് ആസിഡുകളുടെ പേരറിയാം. ചുറ്റുപാടുമുള്ള പദാർത്ഥങ്ങളിലൊക്കെ ആസിഡ് ഉണ്ട് എന്നറിയാം. ആസിഡുള്ള കുറച്ച് പദാർത്ഥങ്ങളുടെ പേര് പറഞ്ഞേ. പാലിനകത്ത് ആസിഡ് ഉണ്ട്, നാരങ്ങയിൽ ആസിഡ് ഉണ്ട്, പിന്നെന്താണ്, തേങ്ങയിൽ ആസിഡ് ഉണ്ട്, പാലിൽ ആസിഡ് ഉണ്ട്. അങ്ങനെ നമ്മുടെ ചുറ്റുപാടുമുള്ള നമ്മുടെ ആമാശയത്തിലുണ്ട് ആസിഡ്. അങ്ങനെ ഒരുപാട് പദാർത്ഥങ്ങളിൽ നിങ്ങൾ എന്തിനെ കാണുന്നു? ആസിഡുകൾ കാണപ്പെടുന്നു. ചുറ്റുപാടുമുള്ള പദാർത്ഥങ്ങളിൽ ആസിഡിനെ കാണപ്പെടുകയാണ്. ആസിഡുകളുടെ പൊതുവായ ഘടകത്തെ കൂടി പഠിച്ചിരിക്കുന്നു. ആരാണ്? ഹൈഡ്രജൻ ആണ്. ഇനി ആസിഡുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങൾ കൂടി പഠിക്കാനുണ്ട് എന്ന് നോക്കാം. ഇതാ നോക്കിയോ, നമുക്ക് എന്താണ് ആസിഡ്, ആസിഡിന്റെ മലയാളം പേരെന്താണ് തുടങ്ങിയ കാര്യങ്ങൾ നോക്കാം. ആസിഡിന്റെ മലയാളത്തിൽ നമ്മൾ അമ്ലം എന്നാണ് വിളിക്കുന്നത്. എന്താണ്? അമ്ലം എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം എന്താണ് ആസിഡ് എന്ന് പഠിക്കും മുന്നേ ഒരു വേർഡ് ഞാൻ പരിചയപ്പെടുത്താം. ഏതാണെന്ന് ചോദിച്ചാൽ ജലീയ ലായനി. എന്താണ് ജലീയ ലായനി? ജലീയ ലായനി എന്ന് പറഞ്ഞാൽ അക്വ സൊല്യൂഷൻ എന്ന് ഇംഗ്ലീഷിൽ പറയും. അക്വ സൊല്യൂഷൻ എന്ന് പറയും. എന്ന് വെച്ചാൽ ജലം കലർന്നിട്ടുള്ള ലായനികളെയൊക്കെ നമുക്ക് ജലീയ ലായനി എന്ന് പറയാം. ജലത്തിന്റെ സാന്നിധ്യമുള്ള ലായനികളെയൊക്കെ നമുക്ക് എന്ത് വിളിക്കാം? ജലീയ ലായനി എന്ന് വിളിക്കാം. ഓക്കെ, അപ്പൊ ജലീയ ലായനി അല്ലെങ്കിൽ അക്വ സൊല്യൂഷൻ എന്താണെന്ന് പറഞ്ഞു. ഇനി നമ്മൾ പറഞ്ഞു എല്ലാ ആസിഡുകളിലെയും പൊതുവായ ഘടകം ആരാണ്? ഹൈഡ്രജൻ ആണ്. എല്ലാ ആസിഡുകളിലെയും പൊതുവായ ഘടകം ഹൈഡ്രജൻ ആണ്. അപ്പൊ ജലം അടങ്ങിയിട്ടുള്ള ലായനികളിൽ പൊതുവായിട്ട് ആര് കാണും? ഹൈഡ്രജൻ കാണും. ജലം അടങ്ങിയിട്ടുള്ള ലായനികളിൽ പൊതുവായിട്ട് ആരുണ്ടായിരിക്കും? ഹൈഡ്രജൻ ഉണ്ടായിരിക്കും. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ബേസ് ആയിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഇനി നമുക്ക് അതിന്റെ ഡെഫിനിഷനിലേക്ക് വരാം. എന്താണ് ആസിഡ് അല്ലെങ്കിൽ മലയാളത്തിൽ അമ്ലം എന്ന് നോക്കാം. ജലീയ ലായനിയിൽ ഹൈഡ്രജൻ അയോണുകളുടെ ഗാഢത വർദ്ധിപ്പിക്കാൻ കഴിയുന്ന പദാർത്ഥങ്ങളാണ് ആസിഡുകൾ. അപ്പോൾ എന്താണ് അയോൺ എന്ന് ചിന്തിക്കും. ചാർജുള്ള ആറ്റങ്ങളെ വിളിക്കുന്ന പേരാണ് അയോണുകൾ എന്ന് പറയുന്നത്. ആറ്റത്തിന് പൊതുവെ ചാർജ് ഇല്ല, എന്നാൽ ഈ ആറ്റം ചാർജ് കാണിക്കുന്ന പദാർത്ഥത്തിന്റെ അവസ്ഥയാണ് പ്ലാസ്മ അവസ്ഥ എന്ന് പറയുന്നത്. അങ്ങനെ ചാർജ് ഉള്ള ആറ്റങ്ങളെ നമുക്ക് എന്ത് വിളിക്കാൻ സാധിക്കും? അയോണുകൾ എന്ന് വിളിക്കാൻ സാധിക്കും. ഓക്കെ ആണ്. അയോണുകളിൽ പോസിറ്റീവ് ചാർജുള്ള അയോണുകളെ നമ്മൾ എന്ത് വിളിക്കും? കാറ്റയോൺ എന്ന് വിളിക്കും. നെഗറ്റീവ് ചാർജുള്ള അയോണുകളെ നമ്മൾ എന്ത് വിളിക്കും? ആനയോൺ എന്നും വിളിക്കാറുണ്ട്. ഓക്കെ, അപ്പം ചാർജ് ഉള്ള ആറ്റങ്ങളാണ് അയോണുകൾ എന്ന് പറഞ്ഞത്. ഓക്കെ, അതാണ് പറയുന്നത്. ജലീയ ലായനിയിൽ H+ അയോണുകളുടെ ഗാഢത മീൻസ് കോൺസെൻട്രേഷൻ വർദ്ധിപ്പിക്കാൻ കഴിയുന്ന പദാർത്ഥങ്ങളെയാണ് നമ്മൾ എന്ത് വിളിച്ചത്? ആസിഡുകൾ എന്ന് വിളിച്ചത്. ഓക്കെ, ഇങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്ക് ഡെഫിനിഷൻ എന്താണെന്ന് മനസ്സിലാകും, പക്ഷേ എന്താണ് കാര്യം എന്നുള്ള കാര്യം കൃത്യമായി മനസ്സിലാവില്ല. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? കുറച്ച് ജലീയ ലായനി എടുക്കാം. ഓക്കെ, ഞാനൊരു ജലീയ ലായനി എടുത്തിരിക്കുകയാണ്. എന്തിൻ്റെയോ ആയിക്കോട്ടെ, ജലം കലർന്നിട്ടുള്ള ലായനിയാണ് എന്ന് കരുതുക. ഓക്കെ, ജലീയ ലായനി എടുത്തിരിക്കുകയാണ്. ഈ ജലീയ ലായനിയിൽ സ്വാഭാവികമായിട്ടും ആരുണ്ട്? ഞാൻ പറഞ്ഞു, അതിനകത്ത് ഹൈഡ്രജൻ ഉണ്ട്. അപ്പോൾ H+ അയോൺ ഉണ്ട്. ആ ജലീയ ലായനിയിൽ H+ അയോൺ ഉണ്ട്. അല്ലേ വേണ്ട, അങ്ങനെ പറയണ്ട, കുറച്ച് ജലം തന്നെ അങ്ങ് എടുക്കാം. ഓക്കെ, ജലം എടുത്തിരിക്കുകയാണ്. ജലത്തിനകത്ത് ആരുണ്ട്? H+ അയോണുകളുണ്ട്. ഓക്കെ, H+ അയോണുകളുണ്ട്. അതിനുശേഷം ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്, ഇവിടെ H+ അയോണുള്ള ജലീയ ലായനി എടുത്തു. ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് കുറച്ച് നാരങ്ങ നീരാണെന്ന് കരുതുക. ഓക്കെ, നാരങ്ങ നീരാണ്. നാരങ്ങ നീരിനകത്ത് ഓൾറെഡി ആരുണ്ട്? H+ അയോണുകളുണ്ട്. ഓക്കെ, നാരങ്ങ നീരിനകത്ത് ആരുണ്ട്? H+ അയോണുകളുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മുടെ കയ്യിൽ ജലമാണ്
അതിനകത്ത് H+ അയോണുകളുണ്ട്. നാരങ്ങാ നീരിനകത്ത് ആരുണ്ട്? H+ അയോണുകളുണ്ട്. അപ്പോൾ ഇത് ജലീയ ലായനിയാണ്, ജലമുള്ള ലായനിയാണ്. ജലീയ ലായനിയിലുള്ള H+ അയോണുകളുടെ ഗാഢത വർദ്ധിപ്പിക്കണം എന്ന് വെച്ചാൽ എണ്ണം വർദ്ധിപ്പിക്കണം. ഓക്കെ, എണ്ണം വർദ്ധിപ്പിക്കാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ, എൻ്റെ കയ്യിൽ നാരങ്ങാ നീര് ഇരിപ്പില്ലേ, ആ നാരങ്ങാ നീരിനകത്ത് H+ അയോണുകളുണ്ടല്ലോ, ഞാൻ എന്ത് ചെയ്തു? കുറച്ച് നാരങ്ങാ നീരിനെ എടുത്ത് ഈ വെള്ളത്തിലോട്ട് ചേർത്തു. ഓക്കെ, വെള്ളത്തിലോട്ട് ചേർത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഈ ജലീയ ലായനിയിലെ H+ അയോണുകളുടെ ഗാഢത വർദ്ധിച്ചു, എണ്ണം വർദ്ധിച്ചു. വർദ്ധിക്കാൻ സഹായിച്ച ആരാ? ഇപ്പുറത്തിരുന്ന നാരങ്ങാ നീര്. ആ വർദ്ധിക്കാൻ സഹായിച്ച നാരങ്ങാ നീര് എന്താണ്? ആസിഡാണ്. അപ്പോൾ ഏതൊരു ജലീയ ലായനിയിലെയും H+ അയോണുകളുടെ ഗാഢത വർദ്ധിപ്പിക്കാൻ കഴിയുന്ന പദാർത്ഥങ്ങൾ ഏതാണോ അതിനെ നമുക്ക് എന്ത് വിളിക്കാം? ആസിഡുകൾ എന്ന് വിളിക്കാം. മനസ്സിലായോ? അതായത് ഒന്നുകൂടെ വായിച്ചു നോക്കിയേ. ജലീയ ലായനിയിലെ ഹൈഡ്രജൻ അയോണുകളുടെ ഗാഢത വർദ്ധിപ്പിക്കാൻ കഴിയുന്ന പദാർത്ഥങ്ങളാണ് ആസിഡുകൾ. നമ്മൾ ജലം എടുത്തു വെച്ചു, ജലത്തിൻ്റെ ഉള്ളിൽ H+ അയോണുകളുണ്ട്. അതിൻ്റെ എണ്ണം കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ആരെ ചേർത്തു? നാരങ്ങാ നീര് ചേർത്തു. കാരണം നാരങ്ങാ നീരിൽ ആരുണ്ട്? H+ അയോണുണ്ട്. അതിന് H+ അയോണുള്ള നാരങ്ങാ നീര് ചേർത്തപ്പോഴത്തേക്കും ജലത്തിലെ H+ അയോണുകളുടെ എണ്ണം കൂടി. എണ്ണം കൂടാൻ സഹായിച്ച നാരങ്ങാ നീരാണ്. അപ്പോൾ നാരങ്ങാ നീര് എന്താണ്? ആസിഡാണ്. അപ്പോൾ ഏതൊരു ജലീയ ലായനിയിലും H+ അയോണുകളുടെ ഗാഢത വർദ്ധിപ്പിക്കാൻ കഴിയുന്ന പദാർത്ഥങ്ങളെല്ലാം നമുക്ക് എന്ത് വിളിക്കാം? ആസിഡുകൾ എന്ന് വിളിക്കാം. മനസ്സിലായോ? ആസിഡുകൾ എന്ന് വിളിക്കാം. ഇനി H+ അയോണുകൾക്ക് ഒരു കാരണവശാലും സ്വതന്ത്രമായിട്ട് നിലനിൽക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് അവ എന്ത് ചെയ്യുമെന്നറിയാമോ? ജലതന്മാത്രകളുമായിട്ട് കൂടിച്ചേരും. H+ അയോണുകൾ സ്വതന്ത്രമായി നിൽക്കില്ല. അപ്പോൾ അവ എന്ത് ചെയ്യും? ജലതന്മാത്രകളുമായിട്ട് കമ്പൈൻ ചെയ്യും. കമ്പൈൻ ചെയ്ത ശേഷം അവ ഹൈഡ്രോണിയം അയോണ് H3O+, ഹൈഡ്രോണിയം അയോൺ പോസിറ്റീവ് ചാർജാണ്, H3O+. അപ്പോൾ ഹൈഡ്രോണിയം അയോൺ ആയിട്ട് അങ്ങ് മാറും. ഓക്കെയാണ്. അപ്പോൾ ഓർത്ത് വെച്ചോണം, ഒരു കാരണവശാലും H+ അയോണുകൾ സ്വതന്ത്രാവസ്ഥയിൽ നിലകൊള്ളുകയില്ല. അതുകൊണ്ട് അവ എപ്പോഴും എന്ത് ചെയ്യും? ജലവുമായിട്ട് കമ്പൈൻ ചെയ്യും. ജലവുമായി കമ്പൈൻ ചെയ്ത് ഏത് രൂപത്തിലാണ് എപ്പോഴും നിലകൊള്ളുക? ഹൈഡ്രോണിയം അയോണുകളുടെ രൂപത്തിലാണ് നിലകൊള്ളുന്നത്. ഓക്കെ, ഓർത്ത് വെച്ചേക്കാം. അപ്പോൾ എന്താണ് ആസിഡ് എന്ന് പറഞ്ഞു, അതിനുശേഷം H+ അയോണുകളുടെ സ്ഥിതി എങ്ങനെയാണെന്നും പറഞ്ഞു തന്നു. ഒന്നുകൂടെ ഒന്ന് വായിച്ചു നോക്കിയേ. ജലീയ ലായനിയിലെ ഹൈഡ്രജൻ അയോണുകളുടെ ഗാഢത, കോൺസെൻട്രേഷൻ വർദ്ധിപ്പിക്കാൻ കഴിയുന്ന പദാർത്ഥങ്ങളെയൊക്കെ നമുക്ക് എന്ത് വിളിക്കാൻ സാധിക്കും? ആസിഡുകൾ അല്ലെങ്കിൽ അമ്ലങ്ങൾ എന്ന് വിളിക്കാൻ സാധിക്കും. H+ അയോണുകൾക്ക് സ്വതന്ത്രമായിട്ടുള്ള നിലനിൽപ്പില്ല. അതിനാൽ അവ എന്ത് ചെയ്യുന്നു? ജലതന്മാത്രകളുമായിട്ട് കമ്പൈൻ ചെയ്ത് എന്തായിട്ട് മാറുകയാണ്? ഹൈഡ്രോണിയം അയോൺ രൂപത്തിലാണ് കാണപ്പെടുന്നത്. ക്ലിയർ ആയില്ലേ? ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. പോവാണ് മുന്നോട്ട്. അപ്പോൾ എന്താണ് ആസിഡ് എന്ന് മനസ്സിലായി. ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായി. H+ അയോണിൻ്റെ ഗാഢതയാണ് വർദ്ധിപ്പിക്കുന്നത്. H+ അയോണുകളുള്ള പദാർത്ഥങ്ങൾക്കാണ് എന്ത് ചെയ്യാൻ പറ്റുന്നത്? ജലീയ ലായനിയിലെ H+ അയോണിൻ്റെ ഗാഢത വർദ്ധിപ്പിക്കാൻ കഴിയുന്നതെന്നും നിങ്ങൾ മനസ്സിലാക്കി എടുത്തു കഴിഞ്ഞു ഇതിനോടകം തന്നെ. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാ ആസിഡുകളിലെയും പൊതുവായ ഘടകം ആരാന്നൂടെ മനസ്സിലാക്കി? ഹൈഡ്രജൻ ആണ്. ഞാൻ തുടക്കം തന്നെ പറഞ്ഞു, എല്ലാ ആസിഡുകളിലെയും പൊതുവായ ഘടകം ഏതാണ്? ഹൈഡ്രജൻ ആണ്. ഓക്കെ ആണ്. ഇനി അടുത്തത് നമ്മൾ അടുത്ത സ്ലൈഡിലേക്ക് വന്നിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാ ആസിഡുകളിലെയും പൊതുവായ ഘടകം ആരാണ്? ഹൈഡ്രജൻ ആണ്. ഇതാണ്ടേ. ഇനി എന്താണ് ആസിഡ് എന്ന് പഠിച്ചു, എല്ലാ ആസിഡുകളിലെയും പൊതുവായ ഘടകത്തെയും പഠിച്ചു. ഇപ്പം നിങ്ങളുടെ കയ്യിൽ ഒരു ലായനി ഇരിക്കുക. നിങ്ങളുടെ ഡൗട്ട്, ഈ ലായനി ആസിഡാണോ ആൽക്കലി ആണോ? ഡൗട്ട് എന്താ? ആസിഡ് അറിയാം, പിന്നെ കേട്ടിട്ടുണ്ട് ആൽക്കലിയും കൊച്ചു ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ ആസിഡാണോ ആൽക്കലി ആണോ? ഇനി ബേസ് ആയിരിക്കുമോ? അപ്പോൾ ഈ ചിന്തകളാണ് നിങ്ങളുടെ മനസ്സിൽ വന്നേക്കുന്നത്. അപ്പോൾ ഇത് കണ്ടെത്താൻ വേണ്ടിയിട്ട് നമുക്ക് സഹായിക്കുന്ന പദാർത്ഥങ്ങളുണ്ട്. അവയെ നമ്മൾ സൂചകങ്ങൾ എന്ന് വിളിക്കും. ഓക്കെ ആണ്. ഇപ്പം നമ്മൾ ഒരു പദാർത്ഥം, ഒരു ലായനി എടുത്തിരിക്കുകയാണ്. ആ ലായനി ആസിഡ് ആണോ അല്ലെങ്കിൽ ആൽക്കലി ആണോ ബേസ് ആണോ എന്നറിയാൻ ഉപയോഗിക്കുന്ന പദാർത്ഥങ്ങളെ സൂചകങ്ങൾ അല്ലെങ്കിൽ ഇൻഡിക്കേറ്റേഴ്സ് എന്ന് വിളിക്കും. സൂചകങ്ങൾ അല്ലെങ്കിൽ ഇൻഡിക്കേറ്റേഴ്സ് എന്ന് വിളിക്കും. ഓക്കെ ആണ്.
അപ്പോൾ ആസിഡ് എന്താണെന്ന് പറഞ്ഞു. ഇനി നമ്മൾ ഒരു പദാർത്ഥം കിട്ടിക്കഴിഞ്ഞാൽ അത് ആസിഡ് ആണോ ആൽക്കലി ആണോ ബേസ് ആണോ എന്ന് തിരിച്ചറിയാൻ പോവാം. ഓക്കെ, പോയാലോ? പോവാം. അപ്പോൾ അതിന് എന്ത് വേണം? നമുക്ക് സൂചകങ്ങൾ വേണം. അപ്പോൾ ഒരു ലായനി ആസിഡ് ആണോ ആൽക്കലി ആണോ ബേസ് ആണോ എന്നറിയാൻ ഉപയോഗിക്കുന്ന പദാർത്ഥങ്ങളെയെല്ലാം സൂചകങ്ങൾ അല്ലെങ്കിൽ ഇൻഡിക്കേറ്റേഴ്സ് എന്നാണ് വിളിക്കുന്നത്. സൂചകങ്ങൾ അല്ലെങ്കിൽ ഇൻഡിക്കേറ്റേഴ്സ് എന്ന് വിളിക്കുന്നു. പോകാം, നമുക്ക് ഇൻഡിക്കേറ്റേഴ്സിലേക്കാണ് യാത്ര ചെയ്യാൻ പോകുന്നത്. എന്താണ് ഇൻഡിക്കേറ്റേഴ്സ് എന്ന് നോക്കാം. അമ്ലഗുണമുള്ളതോ, അമ്ലഗുണം ആസിഡ് ഗുണം, ക്ഷാരഗുണമുള്ളതോ, ആൽക്കലി ഗുണത്തെയാണ് ക്ഷാരഗുണം എന്ന് പറയുന്നത്. അപ്പൊ അമ്ലഗുണമുള്ളതോ ക്ഷാരഗുണമുള്ളമായ ഒരു മാധ്യമത്തിൽ നിറം മാറുന്ന ഒരു പദാർത്ഥമായിരിക്കും സൂചകം എന്ന് പറയുന്നത്. ഓക്കെ ആണ്? അപ്പൊ ശ്രദ്ധിച്ചു വെച്ചോ, ഒന്നുകൂടെ ഞാൻ പറയാം. അമ്ലഗുണമുള്ളതോ അല്ലെങ്കിൽ ക്ഷാരഗുണം, അമ്ലഗുണം ആസിഡ് ഗുണമാണ്, ക്ഷാരഗുണം എന്ന് പറഞ്ഞാൽ ആൽക്കലി ഗുണമാണ്, ഉള്ളതോ ആയ ഒരു മാധ്യമത്തിൽ നിറം മാറുന്ന ഒരു പദാർത്ഥമാണ് സൂചകം. അപ്പൊ ഇവിടെ എന്ത് മാറുന്നുണ്ട്? നിറം മാറുന്നുണ്ട്. നിറം മാറുന്ന പദാർത്ഥങ്ങളെയാണ് എന്ത്? സൂചകങ്ങൾ എന്ന് പറയുക. ഇനി അതല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ പറയാം. ഒരു സൂചകം ഒരു അമ്ലമാധ്യമത്തിൽ ഒരു നിറം കാണിക്കും, ആസിഡിന്റെ മാധ്യമത്തിൽ അതൊരു നിറം കാണിക്കും. ഇതിനടുത്ത് എന്താണ്? ക്ഷാരമാധ്യമത്തിൽ മറ്റൊരു നിറം കാണിക്കും. അപ്പോൾ സൂചകം എന്ന് പറഞ്ഞാൽ ആസിഡിന്റെ രൂപത്തിലാണെങ്കിൽ ഒരു നിറം കാണിക്കും, അമ്ലമാണെന്നുണ്ടെങ്കിൽ ആസിഡ് അല്ല ക്ഷാരമാണെന്നുണ്ടെങ്കിൽ ആൽക്കലി ആണെങ്കിൽ ആൽക്കലി മാധ്യമത്തിൽ മറ്റൊരു നിറം കാണിക്കും. അങ്ങനെയുള്ളവയാണ് നമ്മൾ സൂചകങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ ആണ്? ഓക്കെ, ഇങ്ങനെ പറഞ്ഞു കഴിയുമ്പോൾ ഇതാണ് ഡെഫിനേഷൻ പഠിച്ചു വെച്ചേക്കുക. ഡെഫിനേഷൻ ചോദിക്കും, അതുകൊണ്ട് ഡെഫിനേഷൻ പറഞ്ഞത്. ഇനി ഉദാഹരണം പറയുമ്പോൾ നിങ്ങൾക്ക് പക്ക കാര്യം മനസ്സിലാകും. ഒന്നുകൂടെ ശ്രദ്ധിച്ചോ. അമ്ലഗുണമുള്ളതോ അല്ലെങ്കിൽ ക്ഷാരഗുണമുള്ളതോ ആയ ഒരു മാധ്യമത്തിൽ നിറം മാറുന്ന പദാർത്ഥമാണ് സൂചകം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത് പറഞ്ഞാൽ എന്താ? ഒരു സൂചകം അമ്ലമാധ്യമത്തിൽ ഒരു നിറം കാണിക്കും, അതായത് ആസിഡിന്റെ മാധ്യമത്തിൽ ഒരു നിറം കാണിക്കും. അടുത്താണ് ആൽക്കലി, അതായത് ക്ഷാരമാധ്യമം, ആൽക്കലി മാധ്യമത്തിൽ മറ്റൊരു നിറം കാണിക്കും. ഇങ്ങനെയുള്ള നമുക്ക് എന്ത് വിളിക്കാം? സൂചകം എന്ന് വിളിക്കാം. ഓക്കെ, എക്സാമ്പിൾ നോക്കാം. അതാണ്ടേ നമ്മൾ സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന സൂചകങ്ങളാണ് ചെമ്പരത്തിപ്പൂവ്. ഓക്കെ, അടുത്ത പേര് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം കാര്യം മനസ്സിലാവും. ലിറ്റ്മസ് പേപ്പർ അല്ലേടെ? ലിറ്റ്മസ് പേപ്പർ. പിന്നെ ആരാ? ഫിനോഫ്തലിൻ. ആരാണ്? ഫിനോഫ്തലിൻ. പിന്നെ ആരാണ്? മീഥൈൽ ഓറഞ്ച്. ആരാണ്? മീഥൈൽ ഓറഞ്ച്. അപ്പൊ ആരൊക്കെ ഓർമ്മയുണ്ട്? ചെമ്പരത്തിപ്പൂവുണ്ട്, ലിറ്റ്മസ് പേപ്പർ ഉണ്ട്, പിന്നെ ആരുണ്ട്? ഫിനോഫ്തലിൻ ഉണ്ട്, ലാസ്റ്റ് വൺ ഏതാണ്? മീഥൈൽ ഓറഞ്ച് ഉണ്ട്. അപ്പൊ ഇത്രയും പേരെ ഒന്ന് ഓർത്ത് വെച്ചേക്കാം. ഇവയെല്ലാം എന്താണ്? സൂചകങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത് കേട്ടോ. സൂചകങ്ങൾ. അപ്പം ചെമ്പരത്തിപ്പൂവ്, ലിറ്റ്മസ് പേപ്പർ, ഫിനോഫ്തലിൻ, മീഥൈൽ ഓറഞ്ച് ഒക്കെ നമ്മൾ സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന സൂചകങ്ങളാണ്. ഇതാണ്ടേ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഓരോ മാധ്യമത്തിലും ഓരോ നിറമല്ലേ സൂചകങ്ങൾ കാണിക്കുക? അത് നമുക്ക് നോക്കാം. ഓക്കെ, ആദ്യം തന്നെ നമുക്ക് ഓരോ മാധ്യമത്തിലേക്ക് വരാം. ആദ്യം ചെമ്പരത്തിപ്പൂവിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, നിങ്ങൾ ഓരോ നിറങ്ങൾ അവിടെ കണ്ടു കഴിഞ്ഞു. ആദ്യം നമുക്ക് ചെമ്പരത്തിപ്പൂവിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ചെമ്പരത്തി നിങ്ങൾ കുഞ്ഞു ക്ലാസ് മൂലം പഠിക്കുന്നതാണ്. പിന്നെ ഒരു കാര്യം ഇവിടെ പറയാം. ഇവിടെ നമ്മൾ എടുക്കുന്നത് ചുവന്ന ചെമ്പരത്തിപ്പൂവാണ്. ഏതാ? ചുവന്ന ചെമ്പരത്തിപ്പൂവാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ചുവന്ന ചെമ്പരത്തിപ്പൂവ് എടുത്ത ശേഷം നമ്മൾ ഒരു ആസിഡല്ല ഒരു പദാർത്ഥം എടുത്തു വെച്ചിരിക്കുകയാണ്. വേറെ ഒരു പദാർത്ഥം കൂടി എടുത്തു വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇവിടെ ഇരിക്കുന്ന പദാർത്ഥത്തിന്റെ പേര് നാരങ്ങ നീരെന്ന് പറയാം. ഇവിടെ ഇരിക്കുന്ന പദാർത്ഥത്തിന്റെ പേര് സോഡിയം ഹൈഡ്രോക്സൈഡ് എന്ന് വിളിക്കാം. ഓക്കെ, ഇവർ എന്താണെന്നൊന്നും നമുക്കറിയില്ല. ഇത് ആസിഡാണോ ആൽക്കലി ആണോ എന്ന് നമുക്കറിയില്ല. നമ്മൾ തിരിച്ചറിയുമ്പോൾ നമ്മൾ കൊച്ചു കുട്ടികളാണ്. ഇവിടെ ഇരിക്കുന്ന നാരങ്ങ നീരാണെന്നും ടീച്ചർ പറഞ്ഞ് നമുക്കറിവ് ഇത് സോഡിയം ഹൈഡ്രോക്സൈഡ് ആണെന്നും മനസ്സിലായി. ഇതിനകത്ത് ഏതാണ് ആസിഡ്, ഇതിനകത്ത് ഏതാ ആൽക്കലി എന്നൊന്നും അറിയാത്ത പ്രായമാണ്. നമ്മളോട് പറഞ്ഞു പുറത്ത് പോയിട്ട് കുറച്ച് ചുവന്ന ചെമ്പരത്തിപ്പൂ എടുത്തുകൊണ്ട് വരാൻ. നമ്മളെല്ലാവരുടെ പുറത്ത് പോയി കുറച്ചധികം ചുവന്ന ചെമ്പരത്തിപ്പൂ എടുത്തുകൊണ്ട് വന്നു. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്തു? ആ ചെമ്പരത്തിപ്പൂവിനെ നമ്മുടെ ഇപ്പുറത്തെ കയ്യിലിരിക്കുന്ന ആളാരാ? നാരങ്ങ നീരില്ലേ? നാരങ്ങ നീരിലോട്ട് ഡിപ്പ് ചെയ്തു. നിങ്ങളെ മനസ്സിൽ ഡിപ്പ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് ചിലർക്കൊക്കെ ഒരു ഇളം പിങ്ക് അല്ലെങ്കിൽ ഒരു കടും പിങ്ക് അല്ലെങ്കിൽ ഒരു ചുവപ്പ് നിറം ലഭിച്ചിട്ടുണ്ടാവും. ഓക്കെ, ഇതിലേതെങ്കിലും ഒരു നിറം കിട്ടും. ഒന്നെങ്കിൽ ഒരു ഇളം പിങ്ക് കളർ കിട്ടും, അല്ലെ കടും പിങ്ക് കിട്ടും, അല്ലെ ചുമപ്പ് കിട്ടും. ഏതെങ്കിലും ഒരു നിറം കിട്ടിയിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കിക്കൊള്ളുക, ഈ ഭാഗത്തിരുന്ന നാരങ്ങ നീര് എന്ത് സ്വഭാവമുള്ളതാണ്? ആസിഡ് സ്വഭാവമുള്ളതാണ്. മനസ്സിലായോ? ആസിഡ് സ്വഭാവമുള്ളതാണ്.
ഇതേ സമയം നിങ്ങളുടെ ഇപ്പുറത്തെ കയ്യിൽ ആരാ ഇരുന്നത്? സോഡിയം ഹൈഡ്രോക്സൈഡ് അല്ലേ ഇരുന്നേ? ആ സോഡിയം ഹൈഡ്രോക്സൈഡിലേക്ക് നിങ്ങൾ ചെമ്പരത്തിപ്പൂവ് ഡിപ്പ് ചെയ്ത് കഴിയുമ്പോൾ എന്താണ്? ഒരു കടും ചാര നിറം അല്ലെങ്കിൽ എന്താണ് ഏകദേശം ഒരു പച്ച നിറം വരെയുള്ള നിറങ്ങൾ നിങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും? അത് ആൽക്കലി ആണ് എന്ന് മനസ്സിലാക്കാം. അതായത് സോഡിയം ഹൈഡ്രോക്സൈഡ് ഒരു ആൽക്കലി ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം പഠിക്കുന്ന കുഞ്ഞു ക്ലാസ്സിലെ പഠിക്കുന്ന ആരെയാ? ചെമ്പരത്തിപ്പൂവിനെയാണ് പഠിക്കുന്നത്. അപ്പോൾ ചെമ്പരത്തിപ്പൂ പോലുള്ള കാര്യമാണ് പറഞ്ഞത്. നമ്മൾ കയ്യിൽ രണ്ടുപേരെ എടുത്തു വെച്ചിരുന്നു. ഒരു കയ്യിൽ ആരെ എടുത്തു വെച്ചേ? നാരങ്ങാനീര്. ഒരു കയ്യിൽ എന്താ എടുത്തു വെച്ചേ? സോഡിയം ഹൈഡ്രോക്സൈഡ്. കൊച്ചു കുട്ടികളാണ്. ഈ നാരങ്ങാനീര് എന്താണെന്നോ സോഡിയം ഹൈഡ്രോക്സൈഡ് എന്താണെന്നോ നമുക്കറിയില്ല. ഓക്കെ, രണ്ടും നമ്മളെ ടീച്ചർ എടുത്ത് കാണിച്ചിരിക്കുകയാണ്. നമ്മൾ മനസ്സിലാക്കാൻ പോവാണ് ഇതിൽ ഏതാണ് ആസിഡ്, ഇത് ഏതാണ് ആൽക്കലി എന്ന്. നമ്മൾ എന്ത് ചെയ്തു? ചെമ്പരത്തിപ്പൂ എടുത്തു. ചുവന്ന ചെമ്പരത്തിപ്പൂവാണ്. എടുത്ത ശേഷം നമ്മൾ ചെയ്ത് നോക്കി. നാരങ്ങാനീരിൽ ഡിപ്പ് ചെയ്ത് കഴിഞ്ഞപ്പോൾ മുതൽ കടും പിങ്ക് അല്ലെ ചുവപ്പ് കളറൊക്കെ ഓരോ കുട്ടികൾക്ക് ലഭിച്ചു. ചെമ്പരത്തിപ്പൂവിൻ്റെ ഫലപുഷ്ടിയുള്ള മണ്ണിൽ എന്താണ് നന്നായി കിളിച്ചു വന്ന ചെമ്പരത്തിപ്പൂവാണെങ്കിൽ നന്നായി നിറം കാണിക്കും. ഓക്കെ, അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെ നമുക്ക് ചുവപ്പ് നിറം ലഭിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതെന്തായിരിക്കും? ആസിഡിക് നേച്ചറുള്ള പദാർത്ഥമാണെന്ന് മനസ്സിലാക്കാം. പിങ്കും കിട്ടും കേട്ടോ. പിങ്ക് അല്ലെ കടും പിങ്ക് അല്ലെന്നുണ്ടെങ്കിൽ എന്താണ്? ചുവപ്പ് കളർ കിട്ടിക്കഴിഞ്ഞാൽ അത് അസിഡിക് നേച്ചറുള്ളവയാണെന്ന് മനസ്സിലാക്കാം. പിന്നെന്താണ്? വീണ്ടും ചെമ്പരത്തിപ്പൂ എടുത്ത് സോഡിയം ഹൈഡ്രോക്സൈഡിൽ നിങ്ങൾ ഡിപ്പ് ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് കടും ചാര നിറമോ അല്ലെങ്കിൽ ഒരു ഗ്രേയോ ഒരു കറുപ്പോ അല്ലെന്നുണ്ടെങ്കിൽ എന്താണ് ഒരു പച്ച പോലത്തെ നിറമൊക്കെ ലഭിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കാം അത് ആൽക്കലി സ്വഭാവം ഉള്ളവയാണ് എന്ന് മനസ്സിലാക്കാം. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ ആദ്യമായിട്ട് ഏതാണ് ആസിഡ് ഏതാണ് ആൽക്കലി എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കിയത് ചെറിയ ക്ലാസ്സിൽ. പക്ഷേ ഇത് കഴിഞ്ഞ് നമ്മൾ മുന്നോട്ട് പോയി നമ്മൾ കുറച്ചുകൂടെ വളർന്ന് കഴിഞ്ഞപ്പോൾ നമ്മൾ ഇൻഡിക്കേറ്റേഴ്സിൻ്റെ സ്വഭാവം മാറ്റാൻ പോവാണ്. ഇനി നിങ്ങൾക്ക് പരിചയമുള്ളവയൊക്കെ പറയാൻ പോവാണ്. ആദ്യം നമുക്ക് ഇതിൽ ഏറ്റവും കൂടുതൽ പരിചയമുള്ള ഒന്നാണ് ലിറ്റ്മസ് പേപ്പർ. എല്ലാവരുടെയും മനസ്സിലില്ലേ? ലിറ്റ്മസ് പേപ്പർ നമ്മുടെ കയ്യിൽ ആരൊക്കെ തന്നെ ഇരിക്കുന്നത്? ഈ കയ്യിൽ നാരങ്ങാനീരും ഈ കയ്യിൽ സോഡിയം ഹൈഡ്രോക്സൈഡും തന്നെ വെക്കാം. ഓക്കെ, ആദ്യം നമുക്ക് ലിറ്റ്മസ് പേപ്പർ എടുക്കാം. അപ്പോൾ നമ്മൾ ലിറ്റ്മസ് പേപ്പർ എടുത്തിരിക്കുകയാണ്. ലിറ്റ്മസ് പേപ്പർ എടുത്ത ശേഷം നമ്മൾ എടുത്തിരിക്കുന്ന ലിറ്റ്മസ് പേപ്പർ നമ്മുടെ നാരങ്ങാനീരിലോട്ട് നമ്മളൊന്ന് ഡിപ്പ് ചെയ്തു. നാരങ്ങാനീരിലോട്ട് നമ്മൾ ഡിപ്പ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഏത് നിറം ലഭിച്ചിട്ടുണ്ടാവും? തീർച്ചയായിട്ടും അത് ചുവപ്പ് നിറം ലഭിച്ചിട്ടുണ്ട് എങ്കിൽ അതെന്തായിരിക്കും? ആസിഡ് ആയിരിക്കും. ഓക്കെ, ഇപ്പുറത്തെ സോഡിയം ഹൈഡ്രോക്സൈഡ് അല്ലേ ഇരുന്നേ? അതിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു? ആ ലിറ്റ്മസ് പേപ്പർ നമ്മൾ ഡിപ്പ് ചെയ്തപ്പോൾ നമുക്കൊരു നീല നിറം ലഭിച്ചിട്ടുണ്ട് എങ്കിലും മനസ്സിലാക്കാം അതെന്താണ്? ആൽക്കലി നേച്ചർ ആയിരിക്കുമെന്ന്. ഓക്കെ ആണ്. അപ്പോൾ നമ്മളിപ്പോൾ പരീക്ഷണമായിട്ട് ചെയ്യുന്നേ ഉള്ളൂ. നന്നായിട്ട് പഠിച്ചു വെച്ചേക്കുക. അപ്പോൾ നമ്മളിത് പഠിക്കുമ്പോൾ നീല ലിറ്റ്മസിനെ ചുവപ്പാക്കുന്നവയാണ് എന്ത്? ആസിഡുകൾ. അതുപോലെ തന്നെ ചുവപ്പ് ലിറ്റ്മസിനെ നീലയാക്കുന്നവയാണ് ഏത്? ആൽക്കലികൾ എന്നാണ് പഠിച്ചു വെക്കാറുള്ളത്. അങ്ങനെ തന്നെ പഠിച്ചോളുക. ഓക്കെ, ഇത് ഞാൻ പരീക്ഷണം വഴി നാരങ്ങാനീരിനെയും സോഡിയം ഹൈഡ്രോക്സൈഡിനെയും എടുത്തു. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും ആ രീതിയിലാണ് പറഞ്ഞത്. ഇനി അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫിനോഫ്തലിൻ. പിന്നെ നമ്മൾ പഠിക്കുന്ന ഫിനോഫ്തലിൻ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. ഇവിടെ നാരങ്ങാനീര് ഉണ്ടായിരുന്നല്ലോ ഉണ്ട്. ഇവിടെ ആരായിരുന്നത്? സോഡിയം ഹൈഡ്രോക്സൈഡ് ആണ് ഇരുന്നത്. നമുക്ക് ആദ്യം ഫിനോഫ്തലിൻ എന്ന് പറയപ്പെടുന്നതുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് ചെയ്യാം? ടൈട്രേഷൻ ചെയ്യാം. അവിടെ നമ്മൾ എന്താണ് നമുക്ക് വേണ്ട? ബ്യൂററ്റും വേണം, പിപ്പറ്റും ഒക്കെ വേണം. അറിയാലോ, നമ്മൾ ഫിനോഫ്തലിനൊക്കെ ഉപയോഗിച്ച് ചെയ്യുന്ന രാസപ്രവർത്തനം എല്ലാം ടൈട്രേഷൻ വഴിയാണ് ചെയ്യുന്നത്. അപ്പോൾ ടൈട്രേഷൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായിട്ടുണ്ട് അസിഡിക് നേച്ചറിൽ ഫിനോഫ്തലിന് എന്തായിട്ടാണ് കാണിച്ചേ? കളർലെസ് ആയിട്ടാണ് വന്നത്. മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് പോയിന്റ്, ഫിനോഫ്തലിന് ആസിഡിൽ നിറമില്ല. ഫിനോഫ്തലിന് ആസിഡിൽ എന്തില്ല? നിറമില്ല. പക്ഷേ ആൽക്കലിയിൽ നിറമുണ്ട്. എന്ത് നിറമാ? പിങ്ക് നിറം. ഇത് പലരും തെറ്റിക്കും. കാരണം നമ്മളെല്ലാവരും ഈ പരീക്ഷണം ചെയ്തിട്ടുണ്ട്. പരീക്ഷണം ചെയ്യുന്ന ഭാഗമായിട്ട് നമുക്കെല്ലാം മനസ്സിൽ വരുന്നത് എന്താ? പിങ്ക് കളറാവുന്നതാണ് അല്ലേ? ഒരു തുള്ളി ഡ്രോപ്പ് അങ്ങോട്ട് ഇടും, പിങ്കായി മാറുന്ന അല്ലേ? അത് നമ്മുടെ മനസ്സിലങ്ങ് പതിഞ്ഞ് നിൽക്കുന്നതുകൊണ്ടാണ്. പക്ഷെ ശ്രദ്ധിക്കുക, എന്താണ് പറഞ്ഞത്? ഫിനോഫ്തലിൻ ആസിഡിൽ എന്തില്ല? നിറമില്ല. ആസിഡിൽ നിറമില്ല. പക്ഷേ ആൽക്കലിയിൽ എന്തുണ്ട്? പിങ്ക് നിറമുണ്ട്. ആൽക്കലിയിലാണ് പിങ്ക് നിറമുള്ളത്. ഇനി അതേപോലെ മീഥൈൽ ഓറഞ്ചും പഠിക്കാൻ എളുപ്പമാണ്. ആസിഡിൽ അത് ചുവപ്പ് നിറമാണ് കാണിക്കുന്നത്. ആസിഡിൽ എന്താ കാണിക്കുന്നത്? ചുവപ്പ് നിറം. പക്ഷെ ആൽക്കലിയിൽ അത് മഞ്ഞ നിറമാണ് കാണിക്കുന്നത്. ആൽക്കലിയിൽ എന്താണ്? മഞ്ഞ നിറമാണ് കാണിക്കുന്നത്. വ്യക്തമായിട്ട് മനസ്സിലാക്കി വെച്ചോണം. ചെമ്പരത്തിപ്പൂവിൻ്റെ കാര്യം ഈസിയാണ് ഓർത്ത് വെക്കാൻ. പക്ഷേ ഇവ മൂന്നും നന്നായിട്ട് പഠിച്ചു വെച്ചേക്കുക. ലിറ്റ്മസ് പേപ്പർ ആസിഡിൽ ചുവപ്പ് നിറം കാണിക്കും, ആൽക്കലിയിൽ നീല നിറം കാണിക്കും. ഇത് ഓർത്ത് വെച്ചേക്കുക. ലിറ്റ്മസ് പേപ്പർ എപ്പോഴും PSC ചോദിക്കുന്നതാണ്. ഒന്ന് മാറ്റി പിടിച്ചിട്ട് ഫിനോഫ്തലിൻ ചോദിച്ചുകൂടെ? ഫിനോഫ്തലിൻ ചോദിക്കാം. ഫിനോഫ്തലിനാണെങ്കിൽ ആസിഡിൽ നിറമില്ല.
എടുത്തു പറയുന്നു ആസിഡിലാണ് നിറമില്ലാത്തത്. എന്നാൽ ആൽക്കലിയിൽ ഏതാണ്? പിങ്ക് കളറാണ് ആർക്കുള്ളത്? ഫിനോഫ്തലിനുള്ളത്. ദെൻ മീഥൈൽ ഓറഞ്ച് ആസിഡിൽ ചുവപ്പ് നിറം കാണിക്കും. പക്ഷേ ആൽക്കലിയിൽ എന്താണ്? ആൽക്കലിയിൽ കാണിക്കുന്നത് തീർച്ചയായിട്ടും മഞ്ഞ നിറമാണ്. ഓർത്ത് വെച്ചേക്കുക. അതാണ്ടേ മീഥൈൽ ഓറഞ്ചും ലിറ്റ്മസ് പേപ്പറും വെച്ച് നോക്കുമ്പോൾ പഠിക്കാൻ എളുപ്പമാണ്. അതുകൊണ്ട് ആസിഡിൽ ചുവപ്പ് ഡേഞ്ചറസ് ആണല്ലോ, ആസിഡ് മുഖത്തൊക്കെ വീണ് കഴിഞ്ഞാൽ പൊള്ളില്ലേ? അപ്പോൾ അത് വെച്ചിട്ട് ചുവപ്പ് കളറാണ് ഓർത്ത് വെച്ചേക്കുക. പിന്നെ ഫിനോഫ്തലിനകത്ത് നിങ്ങൾ നോക്കുക, ഇവിടെ കളർലെസ് ആണ്. ഇതങ്ങ് കണ്ണി പതിപ്പിച്ചിടുക ഈ ചിത്രം. ഓക്കെ. പിന്നെ ആൽക്കലി ആണെന്നുണ്ടെങ്കിൽ ആലോചിച്ച് നോക്കിയേ, നമ്മുടെ മീഥൈൽ ഓറഞ്ച് ആണെങ്കിൽ മഞ്ഞ നിറമാണ്, ലിറ്റ്മസ് പേപ്പർ ആണെങ്കിൽ നീല നിറമാണ്, ഫിനോഫ്തലിനാണെങ്കിൽ പിങ്ക് നിറമാണ്. ഇത് ചിത്രം അടക്കം കളർ അടക്കം ഇവിടെ തന്നിട്ടുണ്ട്. നന്നായിട്ട് കണ്ണിലങ്ങ് പതിപ്പിച്ചിട്ടേക്കുക. അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് ചോദ്യം ചോദിച്ചാൽ പെട്ടെന്ന് എഴുതാൻ സാധിക്കും. ക്ലിയർ അല്ലേ? അപ്പം നമ്മൾ ആസിഡ് എന്താണെന്നുള്ള ഡെഫിനിഷൻ പഠിച്ചു. ഇനി ആസിഡിനെ തിരിച്ചറിയാൻ സൂചകങ്ങൾ ഏതൊക്കെയാണെന്ന് പഠിച്ചു. അവിടെ നിന്ന് സൂചകങ്ങൾ ഉപയോഗിച്ച് ആസിഡിനെയും ആൽക്കലിയെയും നമ്മൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു. ഓക്കെ അല്ലേ? ഇനിയുമുണ്ട്. മുന്നോട്ട് പോകാം. കുറച്ച് പേരുടെ പാഠപുസ്തകത്തിൽ കൊടുത്തിട്ടുണ്ട്, അവരെയും കൂടെ പരിചയപ്പെടാം. ആദ്യം സബ്സ്റ്റൻസ് എടുക്കാം. എടുത്ത സബ്സ്റ്റൻസ് വിനെഗർ ആണ്. നല്ല പരിചയമുണ്ടോ? വിനാഗിരി എന്ന് നമ്മൾ പറയും. വിനാഗിരി എടുത്തു കഴിയുമ്പോൾ നീല ലിറ്റ്മസ് പേപ്പറിനെ അത് ചുവപ്പാക്കുക. നീല ലിറ്റ്മസ് പേപ്പറിനെ വിനാഗിരി എന്ത് ചെയ്യുകയാണ്? ചുമപ്പാക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ നീല ലിറ്റ്മസ് പേപ്പറിനെ ചുമപ്പാക്കിയതിനാൽ വിനാഗിരി എന്തായിരിക്കും? അത് ആസിഡ് ആയിരിക്കും. അതിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് അസറ്റിക് ആസിഡ് ആണ്. ഓക്കെ. വിനാഗിരിയിൽ 3 മുതൽ 7% വരെ അസറ്റിക് ആസിഡ് അടങ്ങിയിട്ടുണ്ട്. ബാക്കി ജലമാണെന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ തീർച്ചയായിട്ടും വിനെഗർ എന്ന് പറയപ്പെടുന്നത് നീല ലിറ്റ്മസിനെ ചുമപ്പായിട്ടാണ് ഫൈനലിൽ കിട്ടിയത്. ചുമപ്പാക്കിയാൽ മനസ്സിലാക്കാം അത് എന്താണ്? ആസിഡ് ആണ് എന്ന്. ഇനി അടുത്ത ലൈം വാട്ടർ എടുക്കാം. ലൈം വാട്ടർ എന്ന് വെച്ചാൽ ചുണ്ണാമ്പ് വെള്ളമാണ്. ചുണ്ണാമ്പ് വെള്ളം നമ്മൾ എടുക്കുകയാണ്. ഞാൻ ലൈം വാട്ടറിന്റെ മറ്റു പേരുകളൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഓർമ്മയുണ്ടോ? ലൈം വാട്ടറിനെ ചുണ്ണാമ്പ് വെള്ളം എന്ന് വിളിക്കാം, കാൽഷ്യം ഹൈഡ്രോക്സൈഡ് എന്ന് വിളിക്കാം, ഓർമ്മയില്ലേ? കുമ്മായം, സ്ലേക്ക്ഡ് ലൈം, പിന്നെ ഒരു പേര് പറഞ്ഞു മിൽക്ക് ഓഫ് ലൈം, ഒക്കെ ഓർമ്മയുണ്ടെന്ന് വിശ്വസിക്കുന്നു. ലൈം വാട്ടർ എടുക്കുകയാണ്. ലൈം വാട്ടർ എടുത്തു കഴിഞ്ഞപ്പോൾ ചുവന്ന ലിറ്റ്മസ് പേപ്പറിനെ നീലയാക്കി മാറ്റുകയാണ് ചെയ്തത്. ചുവപ്പ് ലിറ്റ്മസ് പേപ്പർ എന്തായി മാറി? നീലയായിട്ട് മാറി. ചുവന്ന ലിറ്റ്മസ് പേപ്പർ നീലയായി മാറിക്കഴിഞ്ഞാൽ നീലയാണെങ്കിൽ എന്താന്നാ പഠിച്ചേ? യെസ്, ആൽക്കലൈൻ നേച്ചർ ആണ്, ആൽക്കലിയാണ്. അപ്പോൾ ലൈം വാട്ടർ എന്ത് നേച്ചറുള്ള പദാർത്ഥമാണ്? ആൽക്കലി സ്വഭാവമുള്ള പദാർത്ഥമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നു. ഇനി അടുത്തത് സോപ്പ് സൊല്യൂഷൻ. ടെക്സ്റ്റിൽ കൊടുത്തേക്കുന്ന അടുത്ത ആളാണ് സോപ്പ് സൊല്യൂഷൻ. ഇവരെ മാത്രമല്ല, ടെക്സ്റ്റ് ഒത്തിരി പേരെ കൊടുത്തിട്ടുണ്ട്. ഞാൻ വളരെ കുറച്ച് പേരെ എഴുതിയിട്ടുള്ളൂ. നിങ്ങൾ നോക്കുക, ടെക്സ്റ്റ് കുറേ അധികം പേരുണ്ട്. പറ്റാവുന്നത്രയും നിങ്ങൾ എന്ത് ചെയ്യുക? നോക്കി വെച്ചേക്കുക. ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് പേരെ മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. എടുത്തത് സോപ്പ് സൊല്യൂഷനാണ് എടുത്തത്. സോപ്പ് സൊല്യൂഷൻ എടുത്തപ്പോഴും എന്താ സംഭവിക്കുന്നത്? ചുവന്ന ലിറ്റ്മസ് പേപ്പറിനെ അതും നീലയാക്കി മാറ്റി. നീലയാ കിട്ടിയത്. നീല കിട്ടിക്കഴിഞ്ഞാൽ എന്ത് മനസ്സിലാക്കാം? അതിന് ആൽക്കലി നേച്ചറാണുള്ളത്. ആൽക്കലി നേച്ചറാണുള്ളത്. ഇനി പേര് കൊണ്ട് തന്നെ നിങ്ങൾക്ക് അറിയാവുന്ന ആളാണ്. നമ്മൾ ഹൈഡ്രോക്ലോറിക് ആസിഡ് എടുക്കുകയാണ്. ഹൈഡ്രോക്ലോറിക് ആസിഡ് എടുത്തു കഴിഞ്ഞപ്പോൾ എന്താണ്? നീല ലിറ്റ്മസ് ചുവപ്പായി മാറി. ചുവപ്പായി മാറിയാൽ എന്തായിരിക്കും? അത് അസിഡിക് നേച്ചർ ഉള്ളവയാണ്. എന്ത് മനസ്സിലാക്കാം? അസിഡിക് നേച്ചർ ഉള്ളവയാണ്. കുറച്ച് പേരെ കൂടി നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നു? പഠിച്ചു വെച്ചിരിക്കുന്നു. ക്ലിയർ ആയില്ലേ? യെസ്. ഇപ്പം നിങ്ങൾക്ക് ഏത് നിറം വന്നു കഴിഞ്ഞാൽ ആസിഡാണ്, ഏത് നിറം വന്നാൽ ആൽക്കലി ആണെന്നൊരു ധാരണ എത്തിയില്ലേ? അത്രയേ ഉള്ളൂ. അപ്പോൾ ഒരുപാട് പേര് ടെക്സ്റ്റ് ബുക്കിലുണ്ട്. മാക്സിമം പേരെ എന്ത് ചെയ്യുക? പഠിച്ചു വെക്കാൻ ശ്രമിക്കുക. കുറച്ച് പേരെ ഞാനിവിടെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ ഇനി മുന്നോട്ട് വരാം. ഇനി നമ്മൾ ആസിഡുകളെ നമ്മൾ രണ്ടായിട്ട് തിരിക്കാൻ പോവാണ്. ഓക്കെ. രണ്ടായിട്ട് തിരിക്കാൻ പോകുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2 രീതിയിൽ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. ഓക്കെ. ആസിഡുകളെ എത്ര ആയിട്ട് തിരിക്കുന്നു? രണ്ടായിട്ട് തിരിക്കുന്നു. ഒന്നാമത് തിരിക്കുന്നത് ഭൗതികപരമായിട്ടും നമുക്ക് തിരിക്കാൻ സാധിക്കും. മറ്റൊന്ന് വെച്ചാൽ രാസപരമായിട്ടും തിരിക്കാൻ സാധിക്കും. രാസപരമായിട്ട്, ഭൗതികപരമായിട്ടും നമുക്ക് രണ്ടായിട്ട് തിരിക്കാൻ സാധിക്കും. രാസപരമായിട്ടും രണ്ടായി തിരിക്കാൻ സാധിക്കും. ഫ്ലോ ചാർട്ട് മതി. ഓക്കെ ആണ്, മനസ്സിലുണ്ടായിരിക്കും നിങ്ങൾക്ക്. അപ്പോൾ ആദ്യം തന്നെ ശ്രദ്ധിക്കുക, ആസിഡുകളെ രണ്ടായിട്ട് തിരിക്കുന്നു. എങ്ങനെയൊക്കെ? ഭൗതികപരമായിട്ടുള്ളവ, രാസപരമായിട്ട്. ഓക്കെ. ഭൗതികപരമായും രാസപരമായും ആസിഡുകളെ നമുക്ക് എത്ര ആയിട്ട് തിരിക്കാം? രണ്ടായിട്ട് തിരിക്കാം. അതിലൊന്നാമത് രാസപരമായിട്ട് തിരിക്കുന്നു. ഓക്കെ. രാസപരമായിട്ട് തിരിക്കുകയാണ് കേട്ടോ. രാസപരമായിട്ട് തിരിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം എങ്ങനെയൊക്കെയാണ് ആസിഡുകളെ തിരിക്കാന്ന് ചോദിച്ചാൽ, ഒന്നാമത്തത് വീര്യം കൂടിയ ആസിഡ്, സ്ട്രോങ് ആസിഡ്, വീര്യം കൂടിയ ആസിഡ്. രണ്ടാമത്തെ ഏതാണ്? വീക്ക് ആസിഡ്. ഏതാണ്? വീക്ക് ആസിഡ്, വീര്യം കുറഞ്ഞ ആസിഡ്. രാസപരമായി തിരിക്കുമ്പോൾ ഒന്നാമത്തെ ഏതാ? വീര്യം കൂടിയ ആസിഡ്, സ്ട്രോങ് ആസിഡ്. രണ്ടാമത്തത് വീര്യം കുറഞ്ഞ ആസിഡ്, വീക്ക് ആസിഡ്. ഓക്കെ ആണ്. ഇതിനടുത്ത ഭൗതികപരമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ആസിഡുകളെ രണ്ടായിട്ട് തിരിക്കാൻ സാധിക്കും. ഒന്നാമത്തത്
ഓർഗാനിക് ആസിഡ്, അടുത്ത ഏതാണ് ഇൻഓർഗാനിക് ആസിഡ്. ഓക്കെയാണ്. ഭൗതികപരമായിട്ട് തിരിക്കുന്നത് എങ്ങനെയാ? ഓർഗാനിക് ആസിഡ് എന്നും ഇൻഓർഗാനിക് ആസിഡ് എന്നും. മനസ്സിലായോ? അതായത് ആസിഡുകളെ നമുക്ക് പൊതുവെ രണ്ടായി തിരിക്കാം. ഒന്നാമത് ഭൗതികപരമായും രണ്ടായി തിരിക്കാം, രണ്ടാമത് രാസപരമായും രണ്ടായി തിരിക്കാം. ആദ്യം രാസപരമായിട്ടാണ് തിരിക്കുന്നതെന്നുണ്ടെങ്കിൽ വീര്യം കൂടിയ ആസിഡും ഉണ്ട്, വീര്യം കുറഞ്ഞ ആസിഡും ഉണ്ട്. അടുത്താണ് ഭൗതികപരമായിട്ടാണ് നമ്മൾ രണ്ടായി തിരിക്കുന്നതെങ്കിൽ ഓർഗാനിക് ആസിഡും ഉണ്ട്, ഇൻഓർഗാനിക് ആസിഡും ഉണ്ട്. ആരൊക്കെയുണ്ട്? ഓർഗാനിക് ആസിഡും ഉണ്ട്, ഇൻഓർഗാനിക് ആസിഡും ഉണ്ട്. ഓക്കെയാണ്. ഇനി ഓരോരുത്തരെയും വിശദമായിട്ട് പരിചയപ്പെടാം. ഓക്കെ, ആദ്യം നമുക്ക് രാസപരമായിട്ട് എങ്ങനെ തിരിക്കുമെന്ന് നോക്കാം. രാസപരമായിട്ട് നമ്മൾ തിരിക്കുന്നത് എങ്ങനെയാ? വീര്യം കൂടിയ ആസിഡുകൾ എന്നും വീര്യം കുറഞ്ഞ ആസിഡുകൾ എന്നും. അതിൽ നമുക്ക് ഒന്നാമത്തത് പഠിക്കാം. വീര്യം കൂടിയ ആസിഡുകൾ എന്ന് പറഞ്ഞാൽ സ്ട്രോങ് ആസിഡുകൾ. ഇപ്പൊ നമ്മുടെ കയ്യിലേക്ക് ഒരു ആസിഡിനെ കിട്ടുകയാണ്. ആ ആസിഡ് നമ്മുടെ ഡൗട്ട് ഇതാണ്, ഈ കിട്ടിയിരിക്കുന്ന ആസിഡ് സ്ട്രോങ് ആസിഡ് ആണോ വീക്ക് ആസിഡ് ആണോ? ഓക്കെ, നമുക്ക് ഒറ്റ നോട്ടത്തിൽ കണ്ടുപിടിക്കാൻ സാധ്യമല്ല. എങ്ങനെ കണ്ടുപിടിക്കാന്ന് ചോദിച്ചാൽ വീര്യം കൂടിയ ആസിഡിനെ നമുക്ക് തിരിച്ചറിയുന്ന രീതി ആദ്യം പറഞ്ഞുതരാം. ശ്രദ്ധിച്ചോളുക. ജലത്തില് നമുക്കറിയാം ജലം എടുക്കണം. ജലത്തില് പൂർണ്ണമായും അയോണീകരിക്കുക, നന്നായിട്ട് ലയിക്കുക എന്ന് ചിന്തിച്ചാൽ മതി കേട്ടോ. ജലത്തില് പൂർണ്ണമായും അയോണീകരിച്ച ശേഷം ഏറ്റവും കൂടുതൽ H+ അയോണുകളെ സ്വതന്ത്രമാക്കുന്നവയാണ് വീര്യം കൂടിയ ആസിഡുകൾ. കണ്ടോ, ഒറ്റ നോട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഒരു ആസിഡ് വീര്യം കൂടിയതാണെന്ന്? ഇല്ല. എന്ത് ചെയ്യണം? ജലത്തിൽ ലയിപ്പിച്ചു നോക്കണം. ജലത്തിൽ ലയിപ്പിക്കുമ്പോൾ പൂർണ്ണമായിട്ടും എന്ത് ചെയ്യണം? ഡിസോൾവ് ചെയ്യണം. എന്ന് വെച്ചാൽ പൂർണ്ണമായും അയോണീകരിക്കണം. എന്നിട്ട് ഏറ്റവും കൂടുതൽ H+ അയോണുകളെ സ്വതന്ത്രമാക്കണം. ഏറ്റവും കൂടുതൽ H+ അയോണുകളെ എന്ത് ചെയ്യണം? സ്വതന്ത്രമാക്കണം. അങ്ങനെയുള്ളവയെ നമ്മൾ എന്ത് പറയും? വീര്യം കൂടിയ ആസിഡുകൾ എന്ന് പറയും. അങ്ങനെയുള്ളവയെ എന്ത് പറയും? വീര്യം കൂടിയ ആസിഡുകൾ എന്ന് പറയും. ഓക്കെയാണ്. ഇനി വെള്ളത്തിൽ ലയിക്കുമ്പോൾ എല്ലായ്പ്പോഴും അതിൻ്റെ ഒരു പ്രോട്ടോണിനെ അതിന് നഷ്ടപ്പെടും. വെള്ളത്തിൽ ലയിക്കുമ്പോൾ എല്ലായ്പ്പോഴും അതിൻ്റെ ഒരു പ്രോട്ടോൺ H+ അയോണിനെ അതിന് നഷ്ടപ്പെടും. അങ്ങനെയുള്ളവയാണ് വീര്യം കൂടിയ ആസിഡ്. ഇതൊക്കെ സ്റ്റേറ്റ്മെന്റ് ആണ് വീര്യം കൂടിയ ആസിഡ്. ഇനി ഉദാഹരണം, നമ്മുടെ സൾഫ്യൂരിക് ആസിഡും ഹൈഡ്രോക്ലോറിക് ആസിഡും ഒക്കെ എന്താണ്? ജലത്തിൽ പൂർണ്ണമായും അയോണീകരിച്ച് ഏറ്റവും കൂടുതൽ H+ അയോണുകളെ സ്വതന്ത്രമാക്കുന്നവയാണ്. വിച്ച് മീൻസ് വീര്യം കൂടിയ ആസിഡുകളാണ്. അപ്പൊ വീര്യം കൂടിയ ആസിഡുകൾ എന്താണെന്ന് പഠിച്ചേ. എങ്ങനെയാണ്? ജലത്തിൽ പൂർണ്ണമായിട്ടും അയോണീകരിച്ച് ഏറ്റവും കൂടുതൽ H+ അയോണുകളെ സ്വതന്ത്രമാക്കുന്നവയാണ് വീര്യം കൂടിയ ആസിഡുകൾ. വെള്ളത്തിൽ ലയിക്കുമ്പോൾ എല്ലായ്പ്പോഴും അതിൻ്റെ ഒരു പ്രോട്ടോണിനെ അതിന് എന്ത് ചെയ്യും? നഷ്ടപ്പെടും. അങ്ങനെയുള്ളവയാണ് വീര്യം കൂടിയ ആസിഡുകൾ. ഉദാഹരണം സൾഫ്യൂരിക് ആസിഡ്, ഹൈഡ്രോക്ലോറിക് ആസിഡ്. ഇനി ഇത് വെച്ച് തന്നെ നിങ്ങൾക്ക് എന്തും പറയാം, വീര്യം കുറഞ്ഞ ആസിഡും പറയാം. ഓക്കെ, നമുക്ക് ഈ സ്ലൈഡ് മാറ്റാതെ തന്നെ വീര്യം കുറഞ്ഞ ആസിഡിനെ ഒന്ന് പറഞ്ഞാലോ? നിങ്ങളൊന്ന് പറഞ്ഞു വെക്കുക. ഇതിനകത്ത് ചെറിയ വ്യത്യാസം വരുത്തിയാൽ മതി. ഒന്ന് ചിന്തിച്ചേ. വീര്യം കുറഞ്ഞ ആസിഡുകളാകുമ്പോൾ ജലത്തിൽ പൂർണ്ണമായും അയോണീകരിക്കുമോ? ഇല്ല, ജലത്തിൽ ഭാഗികമായിട്ട് അയോണീകരിക്കും. ഏറ്റവും കൂടുതൽ H+ അയോണുകളെ സ്വതന്ത്രമാക്കുമോ? ഇല്ല, ഏറ്റവും കുറവ് H+ അയോണുകളെ സ്വതന്ത്രമാക്കും. അവയായിരിക്കും എന്ത്? വീര്യം കുറഞ്ഞ ആസിഡുകൾ. വീര്യം കുറഞ്ഞ ആസിഡുകൾ. ഇനി നമ്മൾ പറഞ്ഞ ഡെഫിനിഷൻ ശരിയാണോ നോക്കിയാലോ? നോക്കാം. വീര്യം കുറഞ്ഞ ആസിഡുകൾ കണ്ടോ, ജലത്തിൽ ഭാഗികമായി അയോണീകരിച്ച്. പിന്നെന്താ പറഞ്ഞ? ഏറ്റവും കുറവ് H+ അയോണുകളെ സ്വതന്ത്രമാക്കുന്നവയാണ് എന്ത്? നമ്മുടെ വീര്യം കുറഞ്ഞ ആസിഡുകൾ. നമ്മൾ പറഞ്ഞ ശരിയല്ലേ? അതായത് വീര്യം കൂടിയ ആസിഡും വീര്യം കുറഞ്ഞ ആസിഡും പഠിക്കാൻ എളുപ്പമല്ലേ? ആണ്. ഇനി വെള്ളത്തിൽ ലയിക്കുമ്പോൾ H+ അയോണുകളിൽ ചിലത് മാത്രമേ അത് പുറത്തു വിടത്തുള്ളൂ. അതാണ് പ്രത്യേകത. വീര്യം കൂടിയതാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഒരെണ്ണത്തെ നഷ്ടപ്പെടുത്തും. ഇവിടെയാണെങ്കിലോ വളരെ കുറച്ച് ചിലത് മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ? നഷ്ടപ്പെടുത്തുകയുള്ളൂ. അപ്പൊ ജലത്തിൽ ലയിക്കുമ്പോൾ അതിൻ്റെ H+ അയോണുകളിൽ ചിലത് മാത്രമേ പുറത്തുവിടുകയുള്ളൂ. ആര്? വീര്യം കുറഞ്ഞ ആസിഡുകൾ. ഡെഫിനേഷൻ ഓർത്ത് വെച്ചേക്കാം. ഉദാഹരണമാണ് അസെറ്റിക് ആസിഡ്, ലാക്റ്റിക് ആസിഡ്. അസെറ്റിക് ആസിഡും ലാക്റ്റിക് ആസിഡും ഒക്കെ എന്തിന് ഉദാഹരണമാണ്? വീര്യം കുറഞ്ഞ ആസിഡുകൾക്ക് ഉദാഹരണമാണ്. വീര്യം കുറഞ്ഞ ആസിഡുകൾക്ക് ഉദാഹരണമാണ് ആരൊക്കെ? ലാക്റ്റിക് ആസിഡും അസെറ്റിക് ആസിഡും ഒക്കെ. ഓക്കെയാണ്. അപ്പോൾ നമ്മൾ ആസിഡുകളെ കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ആസിഡുകളുമായി ബന്ധപ്പെട്ട് നമ്മൾ പ്രധാനമായും ആസിഡുകളെ എത്രയായിട്ട് തിരിച്ചു? രണ്ടായിട്ട്. എങ്ങനെയൊക്കെ തിരിക്കാം? ഭൗതികപരമായിട്ടും രാസപരമായിട്ടും തിരിക്കാം. അതിൽ ആദ്യം ആരെ പഠിച്ചു? നമ്മൾ രാസപരമായി തിരിക്കുന്നത് പഠിച്ചു. എങ്ങനെയൊക്കെ? വീര്യം കൂടിയ ആസിഡും വീര്യം കുറഞ്ഞ ആസിഡും. അതിൻ്റെ ഡെഫിനിഷനും പഠിച്ചു.
ഓരോ സ്റ്റേറ്റ്മെൻറ്റും പഠിച്ചു, അതോടൊപ്പം തന്നെ ഉദാഹരണവും പഠിച്ചു. ഓക്കെ ആണ്. ഈ പഠിപ്പിച്ച ഇത്രയും കാര്യങ്ങളും നിങ്ങൾക്ക് വിശദമായി മനസ്സിലായി എന്ന വിശ്വാസത്തോടു കൂടി നിർത്തുന്നു. താങ്ക് യു ഓൾ.